ചേട്ടന്റെ മേൽ ആണയിട്ട് പറയാ, ഞാൻ ചെയ്തതെല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ നീ എന്താ ചെയ്തത്? ഈ നിൽക്കുന്നവൾക്ക് വേണ്ടി നിന്റെ പുത്രധർമ്മവും രാജാവിന്റെ ധർമ്മവും മറക്കുകയാണ് ചെയ്തത്. അമ്മായി, നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ എനിക്കും കടമകളുണ്ട്. നമുക്ക് രണ്ടുപേർക്കും വേറെ ഒരു വഴിയുമില്ല. ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ അനുഗ്രഹം മാത്രം കിട്ടിയാൽ മതി എനിക്ക്. പപ്പയ്ക്ക് ആശീർവാദം കൊടുക്കാതെ പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള കാര്യം? മുത്തശ്ശിയുള്ളത് അറിയേയില്ലായിരുന്നു. അതും ഇത്രയും സ്നേഹമുള്ള മുത്തശ്ശി. അതുപോലെ ഇത്രയും സ്നേഹമുള്ള ഒരു പേരക്കുട്ടിയുള്ള കാര്യം മുത്തശ്ശിക്ക് അറിയില്ലേ? ഇപ്പൊ അറിഞ്ഞിട്ട് എന്തിനാ വിട്ടിട്ട് പോകുന്നേ? ദുർഗാദേവി, എന്റെ പപ്പയ്ക്ക് മഹാറാണി എത്ര ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. പിന്നെ എന്തുകൊണ്ടാ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് അവരെ തടയാത്തത്? പ്ലീസ് മുത്തശ്ശി. നീ ഇല്ലാതെ ഞാൻ തീർച്ചയായും വിഷമിക്കും. നീ എപ്പോഴും സന്തോഷമായിരിക്കണം. വണ്ടി എടുക്ക. പറയട്ടെ, ആ രാജസിംഹാസനത്തിൽ റാണിയമ്മയിരിക്കുന്നതിനേക്കാൾ ഭംഗി ഞാൻ ഇരിക്കുമ്പോഴാണ്. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. കണ്ണു വെക്കില്ല. ഞാൻ നിന്റെ കൂടെയുള്ളത് വരെ നിന്റെ മേത്ത് ആരും കണ്ണുവെക്കില്ല. കാരണം നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ, ലോകത്തുള്ള എല്ലാ ലഹരികളെക്കാളും മേലെയാണ്. അത് ശരി. ബോധമില്ലാത്ത അവസ്ഥയിൽ ആളുകൾ സത്യം പറയുന്ന കേട്ടിട്ടുള്ളത്. പറയൂ, ഈ രാജസിംഹാസനം കൂടുതൽ ചേരുന്നത് എനിക്കാണോ അതോ റാണിയമ്മയ്ക്കോ? എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ നിശബ്ദത എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഉത്തരം ചോദിച്ചത് ആരോടാ? ആരുടെ കൂടെ ജീവിച്ചാണോ ഞാൻ ജീവിതത്തിൽ സന്തോഷം അറിയാതിരുന്ന അയാളോട്. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയിട്ട് എന്താ കാര്യമെന്നുള്ളത് അറിയണമെങ്കിൽ ദാ ഇവിടെ വന്ന് നോക്കിയാ മതി. ഈ കല്യാണത്തിൽ പൊരുത്തപ്പെടലുകളല്ലാതെ മറ്റെന്താ ഞാൻ നേടിയിട്ടുള്ളത്? ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? മര്യാദയ്ക്ക് സന്തോഷമായിരിക്കായിരുന്നു. വന്നെല്ലാം മൂട് നശിപ്പിച്ചു കളഞ്ഞു. നോക്ക്,
നിങ്ങളുടെ നിഴൽ ഒരു കാർമേഘമായി വന്ന് എന്റെ വെളുത്ത നിറത്തെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ആർക്ക് വേണം? പാപ്പ, പപ്പയ്ക്ക് ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു. ചേച്ചി അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചത്. അല്ല ഏട്ടാ, മോൾ എങ്ങോട്ടാ പോയേ? वीर घर के झंडे का अपमान का मतलब रानी सा का अपमान। മുൻപരിചയമില്ലാത്തവരോടൊന്നും വാങ്ങിച്ചയക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു പാവിയാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കാം. മുത്തശ്ശി, അതെ, നിങ്ങൾ എന്റെ മുത്തശ്ശി. ഞാൻ അവയ്ക്കിന്റെ പെങ്ങളാണ്. എന്റെ പപ്പയുടെ പേര് ശരൺ എന്ന. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽക്കേ അച്ഛൻ കഥ പറയുമായിരുന്നു. ഒരു റാണിയുടെയും അവരുടെ മകന്റെയും അവരുടെ സ്നേഹത്തിന്റെ കഥ. ആ കഥ പറയുമ്പോഴൊക്കെ എന്റെ പപ്പ നിങ്ങളെയാണ് ഓർത്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളുടെ മുത്തശ്ശിയുടെ കഥയാ പറഞ്ഞു തന്നത്. ഇന്ന് പപ്പയുടെ പിറന്നാളാണ്. ഇന്ന് പപ്പയ്ക്ക് അനുഗ്രഹം നൽകില്ലേ മുത്തശ്ശി? പ്ലീസ് മുത്തശ്ശി, പ്ലീസ്. നിൽക്ക്. എന്റെ അടുക്കൽ വന്നു പോകരുത്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. മഹാറാണി പോവല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. പോവല്ലേ, ഇതൊന്ന് തുറക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. മഹാറാണി, മഹാറാണി ഒന്ന് തുറക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അയ്യോ, വണ്ടി വണ്ടി എടുക്കല്ലേ, ഒന്ന് നിർത്തൂ. മഹാറാണി, മഹാറാണി, മഹാറാണി മുത്തശ്ശി. റോജ, റോജ, ക്ഷേത്രത്തിലെ ആ വലിയ മണി പൊട്ടി വീണെന്ന് പുരോഹിതൻ പറഞ്ഞിരുന്നു. ഞാൻ നന്നായിരിക്കുന്നു. കിരീടധാരണത്തിന്റെ ഏർപ്പാടുകളിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. ഒരു കുറവും ഉണ്ടാവില്ലമ്മേ, അമ്മ വിഷമിക്കണ്ട. ഈ വിളംബരത്തിന് ശേഷം വീർഗഡിലെ മുഴുവൻ ജനങ്ങളും പൃഥ്വി മഹാരാജാവിന്റെ പേരെ പറയുകയുള്ളൂ. എന്റെ നിഴൽ എന്റെ മോഹിനി എങ്ങനെ കറുപ്പാക്കും? അതൊരിക്കലും നടക്കില്ല. ഇവനെ നോക്കിക്കോ, നല്ലവണ്ണം നോക്കിക്കോ. രാജീവനെ രാജാവായിട്ട് വാഴിക്കാൻ പോവുകയാണ്. നിന്റെ ഭർത്താവ് എന്ത് കാര്യം ചെയ്തെന്നറിയാമോ? മദ്യപിച്ച് നാട്ടുകാരിൽ ഒരാളുടെ ദേഹത്ത് വണ്ടി കയറ്റിയിരിക്കുന്നു. ഭാഗ്യത്തിന് ആ പ്രതാപിന്റെ ആൾക്കാരുണ്ടായിരുന്നോണ്ട് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തിക്കാനായിട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ രാജീവൻ ചെയ്ത ഈ കാര്യം അറിയുകയാണെങ്കിൽ, രാജു വരുന്നതിന് മുമ്പ് ഇവന് ബോധം എങ്ങനെ തെളിഞ്ഞില്ലെങ്കിൽ. മോഹിനി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ഇത്രയും വർഷമായി ഇയാളുടെ കൂടെ നിന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. രാജസിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത് അയാളായിരിക്കാം, പക്ഷെ ഭരിക്കുന്നത് അത് ഞാനായിരിക്കാം. അനുമോദനങ്ങൾ അയാളുടെ പേരിലായിരിക്കാം, പക്ഷെ അലർച്ചയുണ്ടാകുന്നത് അതെന്റേതായിരിക്കും. ചേട്ടത്തി,
ഈ പാത്രം ഭയങ്കര ചൂടാണ്. ഒരു പക്ഷേ നമ്മുടെ നീ തടയാൻ ശ്രമിക്കണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പൃഥ്വിയുടെ സ്വബോധവെങ്ങാനം തെളിഞ്ഞില്ലെങ്കിൽ ഇവന്റെ ഈ രാജസിംഹാസനം എന്നേക്കുമായിട്ട് ഇല്ലാതായി പോകും. കുടിക്കത്. ഇതെന്താ മോഹിനി? തൽക്കാലം ഇത് മോരാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ വിഷം കുടിപ്പിക്കേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. റാണിയമ്മ ഈ അംഗത്തെ കുറിച്ചൊന്നും അറിയാതിരുന്നാൽ മാത്രം മതി. സോറി പപ്പ. സോറി പപ്പ, ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ചതിന്. ബർത്ത്ഡേ കേക്കോ? Happy birthday to you. Happy birthday dear papa. ദുർഗാദേവി, നിങ്ങൾ എന്റെ പപ്പയ്ക്ക് എല്ലാ സന്തോഷങ്ങളും കൊടുക്കണം. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ കൂടെ ഒന്നിപ്പിക്കണേ. മാത്രമല്ല മുത്തശ്ശിക്ക് എല്ലാ ദേഷ്യവും മാറും വേണം. മഹാറാണി, വീട്ടിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ആര് തൊഴിയാണെന്ന് അമ്മ പറയാറുണ്ട്. രാജ്യത്തിന് ഇപ്പോൾ നിന്റെ ആവശ്യമുണ്ട് ശരൺ ബണ്ണ. വീട്ടിലേക്ക് മടങ്ങി വാ. നിന്നെ വിളിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്, നിന്റെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. ഏത് രക്തമാണോ നിന്റെ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നത് അത് ഇന്നേ വരെ വീർഗറിനെ സേവിച്ചുകൊണ്ടിരുന്നതാണ്. വീർഗഡിന്റെ പ്രജകൾ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്റെ ആവശ്യമുണ്ട്. എന്റെ കടമയിൽ നിന്ന് ഞാൻ ഇതുവരെ മാറി നിന്നിട്ടേ ഇല്ല. അതുകൊണ്ട് എന്റെ കുടുംബത്തെ തനിച്ചു വിട്ടിട്ട് എനിക്ക് എങ്ങോട്ട് വരാൻ സാധിക്കില്ല. ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇവര് 3 പേരും എന്റെ കൂടെ തന്നെ വരും. ഇപ്പോൾ നീ തിരഞ്ഞെടുത്തേ മതിയാകും. ഇവളെ വേണോ അതോ ഈ സിംഹാസനം വേണോ എന്ന്.
മനസ്സ് മാറ്റി എല്ലാം സ്വീകരിച്ചുകൊണ്ട് പവിത്രയെ എന്റെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ പെൺകുട്ടി, ഇവളെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക? ഇവൾ എന്റെ കുടുംബത്തിന്റെ ചോരയല്ലല്ലോ. മഹാറാണി, വലിയൊരു പ്രശ്നം ഉണ്ടായി. പൃഥ്വിച്ചേട്ടൻ ബോധമില്ലാതെ ഏതോ നാട്ടുകാരന്റെ മേലെ വണ്ടി ഓടിച്ച് കയറ്റിന്ന്. അച്ഛൻ ഇത്തവണത്തേക്ക് ഈ പ്രശ്നം എങ്ങനെയൊക്കെയോ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നാട്ടുകാരുടെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ പറ്റില്ല. ഒരു പക്ഷെ വീർകളുടെ ആൾക്കാർ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ശരൺ ചേട്ടന് കൊടുത്ത ആ ബഹുമാനം ഉണ്ടല്ലോ, അത് ഒരിക്കലും പൃഥ്വി ചേട്ടന് കൊടുക്കാൻ പോകുന്നില്ല. വണ്ടി നിർത്തൂ. ഇതെല്ലാം നിങ്ങൾക്കാ. നിങ്ങൾ എന്നും പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ. തന്റെ ഏതവസ്ഥയിലും ജനങ്ങളെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ രാജാവ്. ജനങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കാണുന്നവരാണ് രാജാവ്. നീ എന്റെ അനിയത്തിയല്ലേ? എനിക്കൊരു വാക്ക് തരണം. ഞാൻ പോയി കഴിഞ്ഞാൽ വീർഗഡിന്റെ ഈ സ്ഥാനം നീ വേണം സംരക്ഷിക്കാൻ. ശരണിനെ സിംഹാസനത്തിലിരിക്കാൻ നീ യോഗ്യനാക്കണം. അമ്മായി, അകത്തേക്ക് വാ. ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാ പൃഥ്വിച്ചേട്ടൻ ഇങ്ങനെ ചെയ്തത് അമ്മയ്ക്ക് അറിയില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മ അവരോട് ക്ഷമിക്കില്ല. ഞാൻ മഹാറാണിയോട് എല്ലാം പറഞ്ഞൊന്ന് റൂനോട് പറഞ്ഞാലോ? ദാ നോക്ക, ഇന്നവിടെ താഴെ നടന്ന കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും റാണിയും അറിയരുത്. പക്ഷെ ചേട്ടത്തി, ഇത് തെറ്റല്ലേ? നോക്കനിയത്തി, നീ ഇപ്പോ മറ്റൊരു വീട്ടിലെ മഹാലക്ഷ്മിയാണ്. അപ്പോ ശരിയും തെറ്റും ആ വീടിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? എന്തായാലും നിന്റെ സഹോദരന്റെ രാജ്യാഭിഷേകം കണ്ടിട്ട് പോയാ മതി. ചേട്ടത്തി പറഞ്ഞത് വളരെ ശരിയാണ്. മഹാറാണി ഈ പദവി വളരെ ചെറുപ്പം മുതൽ തന്നെ ശരൺ ചേട്ടന് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവര് ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് മഹാറാണി ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് തെറ്റല്ലേ? അതുകൊണ്ട് ഇപ്പൊ വീർകാരന്റെ പദവിയിൽ നമ്മുടെ ഹരിച്ചേട്ടൻ ഇരിക്കുന്നുണ്ടായിട്ട് വന്നു. ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത് അമ്മയാണ്. അവരെന്നെ എടുക്കട്ടെ. നിന്റെ വീട്ടിലേക്ക് വരില്ലേ ബണ്ണ? വീർഗഡിലെ കൊട്ടാരമാണ് നിന്റെ വീട്. നമ്മുടെ കുടുംബം അവിടെയുള്ള എല്ലാരുമാണ്. നിന്റെ നിബന്ധനകളെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ നാളെ വരാം. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശി ഒന്ന് പറയോ? എല്ലാവരുടെയും പേര് വേണം, എങ്കിലല്ലേ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോ അവരുടെ പേരിൽ കൊണ്ടുവരാൻ പറ്റൂ. അതെല്ലാം ശരൺ നിന്നോട് വ്യക്തമായിട്ട് പറയും. നാളെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോണ്ടേ? ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്. ഞാൻ നിനക്ക് വാക്ക് തരുക. ഞാൻ ഉണ്ടായിരിക്കുന്നത് വരെ നിന്റെ മാനവും മര്യാദയും പിന്നെ നിന്റെ സ്ഥാനത്തിനും
യാതൊരു കളങ്കവും വരത്തില്ല. ഞാൻ എന്നെക്കുറിച്ചല്ല മോളെക്കുറിച്ച് ആലോചിക്കുന്നേ. ഇതുവരെ അവൾക്ക് സത്യം എന്താണെന്ന് അറിയില്ല. ചേട്ടത്തി, നിങ്ങൾക്കത് എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്നെ കാണാൻ ഭംഗി തോന്നുന്നില്ലേ? നിങ്ങളെ കാണാൻ ഭംഗിയല്ല, നിങ്ങൾ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടോ? റാണി ആകാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് റാണിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് ചേട്ടത്തി. എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. ചേട്ടത്തി, ചേട്ടൻ റെഡിയായോ? റെഡിയായിക്കോളും. അങ്ങേർക്ക് എവിടെയാ ഏതെങ്കിലും ഒരു കാര്യത്തിന് തിരക്കുണ്ടാവാറുള്ളത്? അല്ല ചേട്ടത്തി, നമ്മൾ വേഗം ചെയ്തേ പറ്റൂ. എന്താന്ന് വെച്ചാ ചേട്ടനും ചേട്ടത്തിക്ക് ഇടയിൽ നടക്കാൻ പോകുന്ന ഈ നല്ല കാര്യത്തിന് മുമ്പ് നമുക്കൊരു ഫോട്ടോഗ്രാഫി ആവശ്യമില്ലേ? വന്നോ? സത്യം പറ, കഴിഞ്ഞ ജന്മത്തില് എന്റെ സ്വന്തം അനിയത്തി എങ്ങനായിരുന്നു നീ? ഫോട്ടോഗ്രാഫറെ വിളിച്ചോളൂ. അകത്തേക്ക് വരൂ. സാർ ഇങ്ങോട്ട് വരൂ. ഒരു സെക്കൻഡ്. ചേട്ടത്തി, ഈ ചെയറിന് ഒരു ഫീലും ഇല്ല. ഇതിന് പകരം സിംഹാസനത്തിലിരിക്കുകയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. എന്നെ മനസ്സ് ആഗ്രഹിച്ചു തന്നെ നീ പറഞ്ഞത്. ഞാൻ ഇത് തന്നെ ആലോചിക്കായിരുന്നു. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. ഒരു മിനിറ്റ്, എന്തിനാ ഇത്രയും ധൃതി വെക്കുന്നേ? എന്തായാലും റാണിയമ്മ ഒന്ന് ഇങ്ങോട്ട് വരട്ടെ. എന്തിന്? ഞാൻ റാണിയാവുന്ന കാര്യത്തിൽ നിനക്ക് സംശയമാണോ അതോ എതിരാണോ? എല്ലാം നന്നായിട്ട് നടക്കണമെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. രാജാഭിഷേകത്തിന് മുന്നേ ആരും സിംഹാസനത്തിന് ഇരിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് നീ ഇപ്പോഴും ശരൺ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. ആ പ്രതീക്ഷ അങ്ങ് വിട്ടേക്ക്. കാരണം ഇനി മുതൽ ഇവിടുത്തെ രീതികളും മോഹിനിയാണ്, അതുപോലെ നിയമങ്ങളും. വരൂ, രാജസിംഹാസനത്തിലേക്ക് പോകാം. ഇനിയുള്ള ഫോട്ടോഷൂട്ട് അവിടെ വെച്ചായിരിക്കും. വാ ബിഗ് ബണ്ണ, കൊട്ടാരം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കൊട്ടാരം ഇത്ര വലുതാണ്. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇവിടുത്തെ രാജകുമാരിയാണെന്നാ. റാണി, നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം ഞാൻ പെട്ടെന്ന് എന്നെ സ്നേഹമാക്കി മാറ്റും.